ഹായ്, എൻ്റെ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ വീടിൻ്റെ മുൻവശത്തുള്ള തോട്ടത്തിനാണ് അടുക്കളത്തോട്ടം എന്ന് പറയുന്നത്. അത് അടുക്കളത്തോട്ടമല്ല, എൻ്റെ പച്ചക്കറിത്തോട്ടം. ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഐറ്റംസുകളുടെ ഇതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളതായിട്ടുള്ള പച്ചക്കറികളെക്കുറിച്ചൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കാണാം, ചട്ടിക്കകത്ത് വളരുന്നതായിട്ടുള്ള വഴുതനയുണ്ട്, അതുപോലെ തന്നെ മുളകുണ്ട്, പച്ചമുളകുകൾ ഇതിൽ പച്ചമുളക്, വഴുതന, പച്ചമുളക്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ നീങ്ങി വരുമ്പോൾ തക്കാളി കാണാം. തക്കാളി കൃഷി അതിൻ്റെയൊക്കെ ഇത് എടുത്ത് കഴിഞ്ഞു തക്കാളി. പിന്നെ അതിനിടയ്ക്ക് കാബേജിനെ കാണാൻ പറ്റും. കാബേജ് തൈകൾ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? കാബേജ് തൈയുണ്ട് അതിനടുത്ത്. തക്കാളി പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് ഏകദേശം അതൊക്കെ ഉണങ്ങി തുടങ്ങി. തക്കാളി തൈ മാറ്റി വയ്ക്കാറായിട്ടുണ്ട്. ഇതാണ് കാണുന്നത്. തക്കാളിയുടെ നല്ല രീതിയിലുള്ളതായിട്ടുള്ള ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ തക്കാളി നമുക്ക് അതിനകത്ത് നിന്ന് ലഭിച്ച്. അതുപോലെ തന്നെ ഈ മുളകിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് മുളക് നമുക്ക് ലഭിച്ചു. നല്ലൊരു വെറൈറ്റിയിൽ പെട്ടതായിട്ടുള്ളൊരു മുളകാണ്. ഇതിഷ്ടംപോലെ നമുക്ക് മുളക് നമുക്ക് കിട്ടിയതിനകത്ത് നല്ല മുളകുകളായിരുന്നു. അതേമാതിരി തന്നെ എല്ലാ ഐറ്റംസും നമ്മുടെ ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ ഇതാണ്. ഇപ്പം നമ്മുടെ ഈ അമ്പഴങ്ങ എന്ന് പറയുന്നതാണ്. അതാണ് അമ്പഴത്തിൻ്റെ മരമാണ് ഈ കാണുന്നത്. പിന്നെ അമ്പഴങ്ങ കായ്ച്ച് കിടക്കുന്നത് കണ്ടില്ലേ? അതിൻ്റെ കൊലയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അതിൻ്റെ പൂക്കളൊക്കെ കാണാം. പൂക്കളൊക്കെ അത് പൂത്ത് നിൽക്കുന്നുണ്ട്. കായുണ്ട്, അത് മൂത്ത് പഴുക്കാറായതൊക്കെ ഉണ്ട്, കളറുള്ളതൊക്കെ. പിന്നെ പലതരത്തിലുള്ളതായിട്ടുള്ള ഐറ്റംസുകൾ. ഇത് നേരത്തെ കുറച്ച് പറിച്ച് ഞങ്ങൾ അച്ചാറൊക്കെ ഇട്ടു. ഇനിയുള്ളത് പഴുത്ത് വരട്ടെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ വരുന്നവർ മുഴുവനും അതിനകത്തുനിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയിട്ട് അവരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നല്ലതായിട്ട് ഇതാ നല്ല കൊലകൾ കണ്ടില്ലേ? നിങ്ങൾക്ക് നല്ല രസമായിട്ടുള്ള നല്ല നല്ല വെറൈറ്റിയിലുള്ള നല്ല മധുരം അമ്പഴങ്ങയാണെന്ന് പറയുന്നതിന് മധുരത്തിനുള്ളതാണ്. മറ്റേ സാധാരണ പുളിയുള്ളതല്ല, മധുരമുള്ളതായിട്ടുള്ള അമ്പഴമാണത്. നല്ല രീതിയിൽ ഉള്ള അമ്പഴമാണത്. അതിനിടയ്ക്കൊരു പേര ഞാൻ നട്ടിട്ടുണ്ട്. കായായിട്ടില്ല. കായായി വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചെടികളുണ്ട്. എന്തോ ഒരു പേരതിന് പറയും, ലിറ്റിൽ ഹാർട്ട ഏതാണ്ടെന്ന് പറയുന്നൊരു ചെറിയ ചെടിയുണ്ട്. അതിനുള്ളിൽ പലൊരു പൂക്കൾ. നല്ല ഈ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിറം കാണാൻ നല്ല രസമുള്ളൊരു പൂവാണത്. നല്ലൊരു രസകരമായിട്ടുള്ള കണ്ടില്ലേ പൂക്കൾ? നല്ല വരുന്ന ആൾക്കാർ മുഴുവൻ ഓടിച്ച് ഇതിൻ്റെ ഇല കൊണ്ടുപോകും. ഇതിൻ്റെ തൈ എടുക്കാനായിട്ട് ഇതിൻ്റെ കമ്പ് ഒടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരുതരം വള്ളി പോലെ പടർന്നിങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ല കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിനുള്ളിൽ ഞാൻ 2 മാവിൻ്റെ തൈയൊക്കെ വെച്ച് അതിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ അതൊക്കെ ഉണ്ടായി വരും. അപ്പോൾ നോക്കാം, നമുക്കതിലിനി കായ പിടിക്കുമോ നമുക്ക് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ മാവിനെ കുറിച്ചിട്ട് കുറച്ച് മാവുകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാനിടാം. ഇത് അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ചട്ടിക്കകത്ത് ഞാൻ ഒരു ആടലോടകം എന്നാണ് എന്ന് പറയുന്നത്. ആടലോടകം, ചെറിയ ആടലോടകം എന്ന് പറഞ്ഞാൽ ചുമയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു മരുന്നാണ് ചെറിയ ആടലോടകം എന്ന് പറയുന്നത്. ഇതാണത്. അത് ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതിനടുത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഈ കിളികൾ കണ്ടമാനം ഇവിടെ വരുന്നുണ്ട്. അതിനൊക്കെ വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടി അവിടെ കുറച്ച് വെള്ളവും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ളിലൊരു പ്രത്യേക ഒരു ചെടി ഇത് നിൽപ്പുണ്ട്. ചെടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് മറ്റേ ലക്കി ബാമ്പു എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഓഫീസിൻ്റെ അകത്തൊക്കെ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ലക്കി ബാമ്പു. പല ഓഫീസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. ഞാനത് നിലത്ത് നട്ടതാണ്. ഇപ്പോഴും ഈ പറമ്പിൻ്റെ സൈഡ് മുഴുവനും ലക്കി ബാമ്പുവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലക്കി ബാമ്പു അങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഇതിനടുത്തൊരു കോവൽ നട്ടിട്ടുണ്ട്. ഹരിവേപ്പിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊരു കോവലുണ്ട്. കോവലിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഒരു കുറ്റിക്കുരുമുളക്, വിഷ്പപ്പർ എന്ന് പറഞ്ഞത് കുറ്റിക്കുരുമുളകിൻ്റെ ഒരു ചെടി അതിനിടയ്ക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് കോവലാണ്. കോവലിനകത്ത് കായൊക്കെ കുറേ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ പറിച്ചെടുത്തു. ഇപ്പോൾ 1-2 കായൊക്കെ ഇതിനകത്തുണ്ടാവും. വലിയ കോവലാണ്. ഇതാ കണ്ട പൂവുണ്ട്, നല്ല കായ നിൽക്കുന്നുണ്ട്. അത്ര വലിപ്പമുള്ള നല്ല കായാണ് അതിൻ്റെയൊക്കെ ആണ് കോവൽ നല്ല രീതിയിൽ ഇഷ്ടംപോലെ പിടിക്കുന്നത് നല്ല കോവലാണ്. വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ളൊരു കോവലാണ്. ചട്ടിയിലൊക്കെ ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ വേറെ വെച്ച് തുടങ്ങി. പുതിയതായിട്ടുള്ളതൊക്കെ ഓരോ കൃഷികൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മുളക് തൈ, അതുപോലെ കേബേജിൻ്റെ തൈകൾ, പയറിൻ്റെയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പയറൊക്കെ
ഇനി ഇതിനൊക്കെ കമ്പ് കുത്തി കൊടുത്ത് അത് ഇങ്ങനെ വളർത്തിയെടുക്കണം. ഇതൊരു മുരിങ്ങയാണ്. ഇതിനപ്പുറത്ത് വലിയ മുരിങ്ങയുണ്ട്. ആ വലിയ മുരിങ്ങ ഒടിഞ്ഞ് പോയതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ രണ്ടാമത് മുളച്ച് വന്നതാണ് ഈ മുരിങ്ങ ഇങ്ങനെ. അതിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്ത് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല രസകരമായിട്ട്. അതിൻ്റെ അകത്ത് വെണ്ടക്കായുണ്ട്, പിന്നെ വഴുതനയുണ്ട്. ചട്ടി നിറച്ച് വഴുതനയുടെ തൈ വെച്ചിരിക്കുകയാണ്. അതിന് കുറച്ച് ദിവസത്തിനകത്ത് പറിച്ചിട്ട് മറ്റ് ചട്ടികളിലേക്കൊക്കെ ഇങ്ങനെ മാറ്റും. അതിനുള്ളിൽ വേറൊരു എണ്ണമുണ്ട്. ഇതാണ് നമ്മുടെ ഈ പനിക്കൂർക്ക എന്ന് പറയുന്ന സാധനം. ഇതാണ് പനിക്കൂർക്ക. അതും ഇതിനിടയ്ക്ക് ഇങ്ങനെ മാറ്റിയും തിരിഞ്ഞുമൊക്കെ നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ നമ്മുടെ പച്ചമുളകിൻ്റെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ പച്ചമുളകിൻ്റെ തൈകളാണിത്. അതിനുള്ള പച്ചമുളകൊക്കെ ഇങ്ങനെയുണ്ട്. അതിനപ്പുറത്ത് കോളിഫ്ലവർ, ഇതുകൊണ്ട് കോളിഫ്ലവർ, വഴുതനയുണ്ട്, മുളകായി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഇതിനിടയ്ക്കൊരു സംഗതി വരുന്നുണ്ട്. ഇതാണ് ബ്രോക്കോളി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ബ്രോക്കോളി അടുത്ത് തന്നെ ഇതിൻ്റെ കായ പിടിക്കാൻ അത് വരും. ഇവിടെ ഈ തണ്ടിൻ്റെ ഈ ഭാഗത്ത് കണ്ട ഇവിടെ ഒരു വലിപ്പമുണ്ട്. ആ വലിപ്പം ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് അതിൽ പൂ വരും. പൂ വന്നു കഴിഞ്ഞാൽ അതാണ് കഴിക്കുന്നത്. ബ്രോക്കോളിൻ എന്ന് പറയുന്നതാണ്. അത് ആ ചെടിയാണത്. ബ്രോക്കോളിനാണത്. അതിൻ്റെ അടുത്ത് കുറ്റിക്കുരുമുളകുണ്ട്. കുരുമുളക് കായ്ച്ച് നിൽക്കുന്നത്. നമ്മൾ 2-3 അതിൽ നിർത്തി അതിന് ബാക്കിയൊക്കെ പറിച്ച് ഉണക്കി 2-3 പച്ച നിർത്തിയതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എടുത്ത് നമുക്ക് എന്തെങ്കിലും കറിക്ക് ചെറുതായിട്ട് പച്ചക്കുരുമുളക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് അങ്ങനെ നമ്മൾ നിർത്തിയിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ക്രമീകരണം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രോക്കോളിയുടെ വീണ്ടും തൈകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ ബ്രോക്കോളിയാണ്. ബ്രോക്കോളിയുടെ ഐറ്റംസാണ്. ബ്രോക്കോളിയുണ്ട്. ഇത് കുറ്റിക്കുരുമുളകിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വഴുതന, അതിനും കായ്ക്കാനായി വരുന്നുണ്ട് വഴുതന. അതേപോലെ തന്നെ അപ്പുറത്ത് വഴുതനയുടെ തൊട്ടപ്പുറത്തൊരു ചീര നിൽപ്പുണ്ട്. ഇതൊരു തരം ചീരയാണ്. അത് ചെറിയ ഒരു തരം ചീരയാണ്. അതിന് ഭയങ്കര വിലയൊക്കെ ഉള്ളതാണ്. ചില യൂട്യൂബ് ചാനലിനകത്തൊക്കെ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. ആ ചീരയെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തക്കാളി തൈ ഇനി നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള തൈകളൊക്കെ അതിനകത്ത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. തക്കാളിയുടെ തൈകൾ. ഇതെല്ലാം മുളകിൻ്റെയും പല തരത്തിലുള്ള മുളകുകളാണ്. അതിൻ്റേതാണ് മുളകിലൊക്കെ മുളക് പിടിച്ചിട്ടുണ്ട്. കായൊക്കെ നമുക്കിടയ്ക്ക് അതിനുള്ളിൽ കാണാനായിട്ട് കഴിയും. മുളക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ മുളകുണ്ട്. ഇതിവിടെ കണ്ട വലിയ മുളകൊക്കെ ഉണ്ട്. നല്ല നീളമുള്ള മുളക് ഉണ്ടല്ലേ? മുളകിൻ്റെ നീളം കണ്ടില്ലേ? ഇതൊക്കെ മുളകാണ് വലിയ. അതിനകത്ത് മറ്റേ തരം മുളകുമുണ്ട്. ഈ മുളകല്ലാത്ത രീതിയിൽ മറ്റേ തരത്തിലുള്ള മുളകുണ്ട്. വലിയ മുളകും. ഇതൊക്കെ ചട്ടിക്കകത്തുണ്ടായി നിൽക്കുന്ന മുളകുകളാണ് ഇതെല്ലാം. ഇതൊക്കെ നമുക്കങ്ങനെ കാണാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള മുളകുകളൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. മുളകുണ്ട്. ഇത് ഒരു ചീരയാണ്, പ്രത്യേക തരത്തിലുള്ള ചീര. അതിന് സുന്ദരി ചീര എന്നാണ് അതിന് പറയുന്നത്. നല്ല വിലയുണ്ട്. അത് ഞാനത് പിടിപ്പിച്ച് കൊണ്ടുവരുന്നേ ഉള്ളൂ. അത് ചട്ടിക്കകത്തേക്ക് മാറ്റി ഇനി വെക്കണം. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ട്. പിന്നെ ഇതപ്പുറത്തുള്ളത് ഈ പയറാണ്. അത് വള്ളി വീശി തുടങ്ങി. ഇനി അതിന് നമ്മൾ കമ്പൊക്കെ കൊത്തി ശരിയാക്കണം. അതിൻ്റെ അപ്പുറത്തത് വഴുതനങ്ങ നിൽക്കുന്ന കാണാം. വഴുതനങ്ങ കണ്ടില്ല? ഇതിനകത്ത് വഴുതനങ്ങ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ട്. വഴുതനയുണ്ട്. പിന്നെ ഇത് ഐറ്റംസുകളൊക്കെ. ഇത് മുളകാണ്. മുളക് പഴുത്ത് നിൽക്കുന്നതാണ്. മുളകുകളൊക്കെ പഴുത്തിട്ടിങ്ങനെ കണ്ടില്ലേ? നല്ല രീതിയിലാണ് നിൽക്കുന്ന മുളക്. കണ്ടില്ലേ? മുളകുകൾ പഴുത്ത മുളകാണ്. കണ്ടില്ലേ? ഇതൊക്കെ ചട്ടിക്കകത്ത് ഇങ്ങനെ കൃഷി ചെയ്ത്. ഇവിടെ പുറയിലേക്ക് എനിക്ക് നീങ്ങി നിന്നെടുക്കാൻ പറ്റില്ല. ബാക്കിലൊരു മാവിൻ്റെ തൈയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. ഇതുണ്ട്. അതൊക്കെ വഴുതനയാണ്. വഴുതനയുടെ പറിക്കാതെ ഒരു കളറായതാണത്. വലിയ വഴുതനങ്ങയൊക്കെയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? വഴുതനങ്ങ ഉണ്ടാകും നിൽക്കുന്നത്. ഇതൊക്കെ വഴുതനയാണ് നമ്മുടെ വഴുതനങ്ങ. ഈ കോളിഫ്ലവർ. അതിനപ്പുറത്തൊരു ക്യാബേജിൻ്റെ ഒരു എണ്ണമുണ്ട്. ക്യാബേജ് ഇങ്ങനെ കെട്ടി വെച്ചാൽ അതിനകത്ത് കായ പിടിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം അതങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അത് എല്ലാ പ്രാവശ്യവും നമ്മളതിനെ കെട്ടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കോളിഫ്ലവറിൽ ഇനി ആയി വരുന്നുണ്ട്. ഇത് വഴുതനയാണ്. അത് പറിക്കാറായിട്ടുണ്ട്. അതൊക്കെയാണ്. അത് അപ്പുറത്തുണ്ട് വഴുതനങ്ങ. ആ സൈഡിലൊക്കെ വഴുതനങ്ങ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് അതുപോലെ തന്നെ ചെറിയതായിട്ടുള്ള മുളക്, കാന്താരി മുളകിൻ്റെയാണ്. ചെറിയ ടൈപ്പ് കാന്താരി മുളക്. അതൊക്കെയാണ് ഇതൊക്കെ ഈ കാണുന്നത്. ഇതൊരു ചെറിയ മാവാണ്.
അതിനിടയിലെ കൂടെ അങ്ങനെ ആയതുകൊണ്ട് നമുക്കിത് എല്ലാം നമുക്കിങ്ങനെ നല്ല രീതിയിൽ നോക്കി നമുക്ക് എടുത്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും.